മഹാലക്ഷ്മി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയാണെങ്കിൽ മഹിയോട് വഴക്കുണ്ടാക്കിയതിനു ശേഷം മോഹിനിയെ കാണാനായിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. മോഹിനിയുടെ അവസ്ഥ കണ്ട് അവളാണെങ്കിൽ ആദ്യമൊന്നും ഞെട്ടുന്നുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ തന്റെ മുത്തശ്ശിയുടെയും അച്ഛന്റെയും രക്ഷയ്ക്കായിട്ട് മോഹിനിയെ വഴക്ക് പറയുകയാണ്. നിങ്ങളത് എന്തൊരു സ്ത്രീയാണ്, നിങ്ങൾക്ക് സ്നേഹിക്കാൻ അറിയാവുന്നത് നിങ്ങളുടെ മൂത്ത മകളെ മാത്രമാണ്. എന്റെ അച്ഛനെയും മുത്തശ്ശിയെയും കേസിൽ കുടുക്കി ജയിലിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? മര്യാദയ്ക്ക് കേസില്ലെന്ന് എഴുതി കൊടുത്ത് അവരെ പുറത്തിറക്കാൻ നോക്കുന്നൊക്കെ പറയുമ്പോ മോഹിനി പറയുന്നുണ്ട്, മോൾ ഇത് കണ്ടില്ലേ, എന്റെ മുഖത്ത് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ക്രൂരമായി തന്നെയാണ് നിന്റെ അച്ഛൻ എന്നെ തല്ലിയത്. പിന്നെ ഞാനായിട്ട് കേസ് കൊടുത്തതൊന്നുമല്ല. ഇവിടെ എല്ലാം അവർ നിർബന്ധിച്ചപ്പോ അവർക്ക് ചെറിയൊരു ശിക്ഷ കിട്ടണമെന്ന് എനിക്കും തോന്നി. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ എനിക്ക് മനസ്സിലായി, നിങ്ങൾ ഇവിടെ എല്ലാവരുടെയും വാക്ക് കേട്ടിട്ടാണ് എന്റെ അച്ഛനെയും മുത്തശ്ശിയും അകത്ത് കയറ്റിയിരിക്കുന്നത്. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടിട്ട് അവരെ പുറത്തിറക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയണം. എന്തായാലും അവിടേക്ക് ലേഖയും ആനന്ദവും ബഹിയും വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. എന്റെ അമ്മയെ ഈ പരുവത്തിലാക്കി അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നിനക്ക് നിന്റെ അച്ഛനും മുത്തശ്ശിയും എത്രയോ വലുതാണോ അതുപോലെ തന്നെയാണ് എനിക്ക് എന്റെ അമ്മയും. ഇത്രയും കാലം ആ പാവമ്മ സഹിച്ചു. ഇനി അതിന്റെ ആവശ്യമില്ല കരുണേ, നീ നിന്റെ പണി നോക്കിയിട്ട് പോവാൻ നോക്ക്. ബാക്കിയൊക്കെ കോടതിയിൽ വെച്ച് അനന്തവട്ടൻ സംസാരിച്ചോളും എന്ന് കരുണയോട് പറയുമ്പോൾ കരുണയ്ക്കാണെങ്കിൽ കൂടുതൽ നേരം അവിടെ നിന്ന് കാല് പിടിക്കാനായിട്ട് അവളുടെ ആത്മാഭിമാനം സമ്മതിക്കുന്നില്ല. അങ്ങനെ അവിടെ നിന്നും വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് ഇതിലേക്ക് നീ പകരം പറയേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടാണ് കരുണ അവിടെ നിന്നും ഇറങ്ങി പോകുന്നത്. മോഹിനി പറയുന്നുണ്ട്, മോളെ ഇത് പ്രശ്നമാവോ? അമ്മ സമാധാനത്തോടെ ഇരിക്കുക, ഒന്നും സംഭവിക്കില്ല എന്ന് ലേഖയും അനന്തവും മോഹിനിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. എന്തായാലും തന്നെ കൊണ്ട് ഒന്നിനും സാധിച്ചില്ലെന്ന് കരുണയ്ക്ക് ബോധ്യപ്പെടുകയാണ്. ഉണ്ണി വിചാരിച്ചാലും ഇനി ഒന്നിനും കഴിയില്ല. അങ്ങനെ അവൾ വീണ്ടും സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തി നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ മോളെ? മോളൊരു കാര്യം ചെയ്യേ, അച്ഛൻ ഇവിടെ കിടന്നോളാം, പക്ഷെ മുത്തശ്ശിയെങ്കിലും പുറത്തിറക്കാനുള്ള വഴി മോൾ ഉണ്ടാക്കിയേ മതിയാകൂ. ആരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും മോൾ അത് നേടിയെടുക്കണം. നീ ആ കണ്ണനെ ചെന്ന് കാണാനൊക്കെ പറയണം. എന്തായാലും കരുണയാണെങ്കിൽ വീണ്ടും അതിന് സമ്മതിക്കുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റലിലാവട്ടെ മേഘനാഥൻ അവസ്ഥയെക്കുറിച്ച് ഡോക്ടർ ആണെങ്കിൽ മാർക്കോയോട് പറയുന്നുണ്ട്, അവരിനി പെട്ടെന്നൊന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് പോകുന്നില്ല. സത്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് എനിക്കൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് പിന്നെ സാറേ, അവൻ അങ്ങനെ ഒരു ജന്മമാണ്. എന്തെന്ന് വെച്ചാൽ അവന്റെ മനസ്സിൽ മുഴുവനും സ്വത്തും പാടവും മാത്രമാണ്. കണ്ണൻ സാറിന്റെ സ്വത്ത് മോഹിച്ചിട്ടാണ് അവൻ സാറിനെയും കൂട്ടിയിട്ട് കൊല്ലാൻ വേണ്ടി പോയത്. അപ്പോഴാണ് ഞാൻ അവിടെ എത്തിയത്. എന്നോടുള്ള ദേഷ്യവും പകയും എല്ലാം ഒരുമിച്ച് തീർത്തു. പക്ഷെ അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്നൊക്കെ പറയുമ്പോ ഇനി മാർക്കോ വെറുതെ വിട്ടാലും അവന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രത്തോളം വലിയൊരു അപകടമാണ് അവന് സംഭവിച്ചിരിക്കുന്നത്. തലയ്ക്ക് മുകളിലല്ലേ പാറക്കല്ല് വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനിനി ഈ ഇടയൊന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല. ഒരുപക്ഷെ ജീവിതകാലം മുഴുവനും കോമ സ്റ്റേജിൽ ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ കിടക്കേണ്ടി വരും. എന്തായാലും അവൻ അത് തന്നെയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അവസ്ഥ. കാരണം കണ്ണൻ സാറിനും മഹാലക്ഷ്മിക്കും സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ അത് വേണം. അങ്ങനെ മാർക്കോയ്ക്ക് ഡിസ്ചാർജ് ഒക്കെ പറയുന്നുണ്ട്. ഇനി മാർക്കോ റെസ്റ്റ് എടുക്കണം, അധികം ബോഡി സ്ട്രെയിൻ ചെയ്തെന്നൊക്കെ പറയുകയാണ്. മാർക്കോയ്ക്ക് ആണെങ്കിൽ സന്തോഷമാവുന്നുണ്ട്. പക്ഷെ മാർക്കോയാണെങ്കിൽ പോകുന്നതിന് മുമ്പായിട്ട് ആ മേഘനാഥനെ കാണാനായിട്ട് തീരുമാനിക്കുന്നു. നേരെ അവൻ കിടക്കുന്ന റൂമിലേക്ക് പോവുകയാണ്. എടാ, നീ എന്താ കരുതിയത്? ഞാനങ്ങ് ചത്തുപോകുമെന്ന് വിചാരിച്ചോ എന്നൊക്കെ മാർക്കോയാണെങ്കിൽ മേഘനെ നോക്കി ചോദിക്കുന്നു. മേഘനാണെങ്കിൽ ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയുന്നില്ല. എന്തായാലും മാർക്കോയ്ക്കാണെങ്കിൽ അവന്റെ ഒരു അവസ്ഥ കണ്ട് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. എന്തായാലും എന്നെയും കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും നിനക്ക് തൊടാൻ പോലും കഴിയില്ലടാ. കാരണം ഞങ്ങളൊക്കെ ദൈവത്തിന്റെ കാവലുള്ള ആൾക്കാരാണ്. മഹാലക്ഷ്മി മേഡം അവരെയൊന്നും നുള്ളി നോവിക്കാൻ നീയൊന്നും വിചാരിച്ചാൽ കഴിയില്ല. കാരണം പ്രത്യേക ശക്തിയുള്ള കൂട്ടത്തിൽ തന്നെയാണ് ആ പെൺകുട്ടി. അതുകൊണ്ട് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ കൂടി ഈ നിന്റെ കാര്യം നോക്കി ജീവിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ കിടപ്പ് ഞാൻ അങ്ങോട്ട് പരലോകത്തിലേക്ക് ആക്കുമെന്നൊക്കെ മാർക്കോയാണെങ്കിൽ മേഘനാഥനെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്തായാലും മേഘനാഥൻ നന്നാവാൻ പോകുന്നില്ല എന്നുള്ള കാര്യം മാർക്കോയ്ക്ക് ബോധ്യമുണ്ടെങ്കിലും ചെറുതായിട്ട് അവനൊന്ന് ഉപദേശിച്ചു വിടുന്നുണ്ട്. അങ്ങനെ മാർക്കോ അവസാനമായിട്ട് പറയുകയാണ്, ഇനി നീ എഴുന്നേറ്റ് വന്ന് കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാനായിരിക്കും ഇതിനെ തീർക്കാനായിട്ട് പോകുന്നത്. അവർക്കൊരു കുഞ്ഞ് ജനിക്കാനായിട്ട് പോവുകയാണ്. ആ സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിനകത്തേക്ക് നീയോ നിന്റെ ആൾക്കാരോ കടന്നു ചെല്ലുകയാണെങ്കിൽ നിന്നെയൊന്നും വെച്ചേക്കത്തില്ലെന്ന് മാർക്കോ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. കാരണം മഹാലക്ഷ്മിയും കണ്ണൻ സാറും എന്റെ സ്വന്തം കൂടപ്പറപ്പുകളെ പോലെയാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഈ മാർക്കോയ്ക്ക് താങ്ങാൻ കഴിയില്ല എന്നൊക്കെ മാർക്കോയാണെങ്കിൽ മേഘനാഥനോട് പറയുന്നു. അങ്ങനെ ലോപ്പസും മാർക്കോയും ഹോസ്പിറ്റൽ വിടുകയാണ്. പിന്നീട് കരുണയാവട്ടെ കരഞ്ഞുകൊണ്ട് കമലേശ്വരത്തിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. എന്നിട്ട് ദുർഗയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ആ മഹാലക്ഷ്മിയും അവളുടെ ആൾക്കാരും തുനിഞ്ഞ് ഇറങ്ങിയിരിക്കണം. എന്റെ മുത്തശ്ശിയെയും അച്ഛനെയും അവർ കോടതി കയറ്റുമെന്ന് തന്നെയാണ് പറയുന്നത്.
എനിക്കെന്തോ പേടിയാവുന്നു. ഇനിയിപ്പോ ആര് വിചാരിച്ചാലാണ് അമ്മേ എന്റെ മുത്തശ്ശിയെങ്കിലും ഒന്ന് പുറത്തിറക്കാൻ കഴിയുക എന്നൊക്കെ ചോദിക്കുമ്പോ ഉണ്ണി വിചാരിച്ചാൽ ഉറപ്പായിട്ട് നടക്കാൻ പോകുന്നില്ല. ഇനി കണ്ണൻ തന്നെ വിചാരിക്കണം മോളെ, കണ്ണൻ വരട്ടെ നമുക്ക് സംസാരിക്കാം എന്നൊക്കെ ദുർഗയാണെങ്കിൽ കരുണയെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. എല്ലാം ഒന്ന് അവസാനിച്ചെന്ന് കരുതിയിരിക്കുമ്പോഴാണ് അവൾ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ കരുണ പറയുമ്പോ, എന്തായാലും മോളുടെ അച്ഛന് എന്തിനു കേടായിരുന്നു ആ മോഹിനിയെ ഇതുപോലെയുള്ള തല്ലിച്ചതയ്ക്കൽ വേണമായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോ അമ്മയ്ക്ക് അറിയാമല്ലോ കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട് ഈ ഇടയായിട്ട്, അതൊന്ന് അച്ഛൻ ഒതുക്കാൻ നോക്കിയതായിരിക്കും, അത് തെറ്റാണോ അമ്മ എന്നൊക്കെ ചോദിക്കുമ്പോ ദുർഗ പറയുന്നുണ്ട് അത് തെറ്റല്ല, പക്ഷേ ഇതിപ്പോ നമുക്കാണല്ലോ പുലിവാലായിട്ട് വന്നിരിക്കുന്നത്. ആ അനന്തുവൊക്കെ ആരാണ് നമ്മളുടെ വിചാരം? അനന്തവും കണ്ണനൊക്കെ ഒരുമിച്ച് പഠിച്ചിറങ്ങിയവരാണ്. അവനൊക്കെ പ്രഗത്ഭനായിട്ടുള്ള വക്കീൽസിന്റെ കൂട്ടത്തിൽ പെട്ടതാണ്. മാത്രമല്ല ഇനിയിപ്പോ അനന്തുവിനെ പിന്തിരിപ്പിക്കാനായിട്ട് കണ്ണൻ വിചാരിച്ചാൽ പോലും കഴിയില്ല മോളെ. കാരണം കണ്ണനും അവനും ഇപ്പൊ പിണക്കത്തിലല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. എന്തായാലും കരുണയാണെങ്കിൽ ആകെ വിഷമിക്കുന്നുണ്ട്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.